ഞാനും സുധിച്ചേട്ടനും ജീവിച്ചിട്ടില്ല. ഒരു കൂട്ട് വേണമെന്ന് ചേച്ചി ഭാവിയിലേക്ക് എപ്പോഴെങ്കിലും? അതിപ്പോ എല്ലാരും പറഞ്ഞു തുടങ്ങി, തീർന്ന് ആ കെട്ടുന്നവന് കിടക്കപ്പുറത്തില്ല. ആ കെട്ട് ഞാനൊരു എന്റെ മക്കളെ അംഗീകരിക്കുന്ന, സ്വന്തം മക്കളെ പോലെ അംഗീകരിക്കുന്ന ആള്. നിങ്ങൾ തമ്മിൽ അറിയില്ല? ഞാൻ എങ്ങനെയാടാ ഇതൊക്കെ? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവന്മാര് എന്റെ വീട്ടിൽ ഞാനുള്ളപ്പോ സുധിയിലേക്ക് വരിക, ഇത് ഞാൻ കാണിച്ചു തരും. വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നീട് ഡിവോഴ്സ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. ആവാം, അങ്ങനെ നാളെ ഒരു ഇവർക്കുണ്ടോ? സുധിയുടെ ചോരയെ പറഞ്ഞ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇവർക്ക്. ഉണ്ടോ? ഞാലിയാങ്കുഴിയിലുള്ള ബിനു കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ അത് ഒരിക്കലും ഓർക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. ഞാനൊന്നും അങ്ങനെ ഓർക്കാറൊന്നുമില്ല. എന്തുവാകട്ടെ, അങ്ങനെ ലൈഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും എന്നെ അറിയിക്കുന്നവരെ അറിയിച്ചിട്ടാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. 25ാമത്തെ സെല്ലിൽ ഇരിപ്പുണ്ട് സൂചിച്ചേട്ടന്റെ ഭൗതിക ശരീരം. നിങ്ങൾ കൊണ്ട് നടക്കും. ആലോചന വരുന്നുണ്ടടാ, വരുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വരണം. മരിച്ച ആൾക്ക് പോലും സമാധാനം കൊടുക്കാത്ത കുറെ ചെറ്റ മനുഷ്യര്. അപ്പൊ ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ചേച്ചി ഏൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ദാരിദ്ര്യം പറയുന്നത് എന്തിനാണ്? അപ്പൊ എന്നോട് ചോദിക്കും, പൈസ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണ് വരുന്നത്, പൈസ ഇത്ര ഇന്ന് കഴിച്ച് കിട്ടിയിട്ട് വേണ്ടാന്ന്. ഞാൻ നിങ്ങളുടെ പൈസക്കൊന്നും വന്ന ആളല്ല ഞാൻ. സുധിച്ചേട്ടൻ ഫസ്റ്റ് ഇപ്പൊ കിച്ചുവിന്റെ അമ്മ കഴിഞ്ഞിട്ട് വേറൊരു വിവാഹം ചെയ്തിരുന്നു. 2016 ലാസ്റ്റ് ഡിസംബറിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നതും. പിന്നെ എങ്ങനെ 2012, 2013 ഇവർ പറയുന്ന കള്ളത്തരവല്ലേ? നാണമാകുന്നില്ലേ നിങ്ങൾക്ക്?